നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേഹം ആസകലം പൊള്ളിക്കിടക്കുന്ന മധുവിനോട് അവന്റെ ചേച്ചി ചൂള ഉഷ ചോദിച്ചു, നിന്നെ ആരാടാ ഈ പണി ഏൽപ്പിച്ചതെന്ന്. അവർക്കിതിലൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന്. ഈ ചികിത്സയ്ക്കും വീട്ടു ചെലവിനും ഒക്കെ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങിക്കൊണ്ടിരിക്കുവാന്നേ. ഈ മധു പറഞ്ഞ മറുപടി കേട്ട് ഉഷ തന്നെ ഞെട്ടിപ്പോയി. അവനെ ഈ പണി ഏൽപ്പിച്ചവരെ തന്നെ അവനെ ഈ നിലയിലാക്കിയതെന്ന്. ആളാരാന്ന്? ആരാ ബാലേന്ദ്ര? ശാരദ അമ്മയുടെ മകള് ശാരിക. ഹൃദയശ്രീ ഹോട്ടലിന്റെ മുതലാളി. ഉഷ നേരെ ഇങ്ങോട്ട് പോന്നു. ശാരികയോട് കാര്യം ചോദിക്കാൻ. പുറത്ത് 4 പേര് അറിഞ്ഞാൽ നാണക്കേടാവൂന്ന് കരുതി ആ കേസ് ഒതുക്കിയത് ആരാണ്? ആരാ ബാലേന്ദ്ര? നമ്മുടെ ശാരദാമ്മ. ശാരദാമ്മയോ? പിന്നെ പിന്നെ ഉഷ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ട് പോകുന്നത് എന്തിനാന്നാ? എടുത്തോ പോയാലോ പെരുന്നാൾ മെഴുകുതിരി എത്തിക്കാനോ? ഉഷ ഇടയ്ക്കിടെ ഇവിടെ വന്ന് കാശ് വാങ്ങിക്കുന്നത് ഞാൻ കാണാറുള്ളതാ. അതാ ഞാൻ പറഞ്ഞത്. ബാലചന്ദ്രൻ ഇപ്പൊ കളിയിൽ നിന്ന് ഔട്ടായല്ലോ. എന്നെ ഇവിടെ കരുവാക്കുവാണെന്നേ ഞാൻ അറിയാൻ വൈകിപ്പോയി. ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഹോട്ടലിൽ ഇവിടെ കത്തിച്ചാലെന്താ? ശാരദാമ്മയുടെ കുടുംബശ്രീയുടെ കയ്യിലോട്ട് കിട്ടിയില്ലേ? അമ്മയും മക്കളും ഒടുവിൽ ഒന്നായപ്പോ ശാരികയ്ക്ക് കച്ചവടം മൊത്തം ലാഭം. അപ്പൊ എനിക്ക് എന്റെ കാശ് കിട്ടണ്ടായോ? അതുള്ളതാ. ഇവളുടെ പഞ്ചാര വാക്കും ഇടയ്ക്കുള്ള മുട്ടലും തട്ടലും കൊണ്ട് ഞാനതങ്ങ് വിട്ടുകളയാവുന്ന എവള് വിചാരിച്ചത്. കാശ് തിരിച്ചു വേണമെന്ന് ഞാൻ കർശനമായിട്ട് പറഞ്ഞപ്പോ എവൾ എന്നോട് പറഞ്ഞെന്താന്ന് അറിയാവോ? ബാലേട്ടന് ആ കാശ് നഷ്ടമൊന്നും വരത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ആരും ഇല്ലാത്തപ്പോ ഇങ്ങോട്ട് ഇറങ്ങിക്കോളാൻ. അതുമല്ലെങ്കിൽ സൗകര്യം പോലെ ഇവൾ അങ്ങോട്ട് വന്നോളാം. അവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ. നമുക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എഴുന്നേക്കട പട്ടി അവിടുന്ന്. ഇല്ലെങ്കിലേ നീ എന്തോ ചെയ്യോടി? ഇല്ലെങ്കിലോ? നിന്റെ കഴുത്ത് ഞാൻ താഴെ ഇടൂടാ പട്ടി. കാശ് മുടക്കാൻ അറിയാമെങ്കിലേ അത് ഈടാക്കാൻ എനിക്കറിയാടി. പട്ടി ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.